എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുക. നമുക്കൊരു നല്ലൊരു വ്യക്തിയായി ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ നന്നാവുമ്പോൾ മറ്റുള്ളവരും കൂടി നന്നാവുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടുക. അതാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. എല്ലാവരും വിജയിക്കട്ടെ ജീവിതത്തിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിശീലനത്തിൽ നമ്മൾ പറയണത് എങ്ങനെ നിഷേധാത്മക ചിന്തകളിൽ നിന്ന്, അതായത് നമ്മൾക്ക് എങ്ങനെ പുറത്ത് കിടക്കാം, നമ്മളെങ്ങനെ അതിനെ മാറ്റി പോസിറ്റീവ് ചിന്തകളും നല്ല ചിന്തകളും നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാ വീഡിയോകളിലും അത് തന്നെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ഉള്ളതാണ്. കൃതജ്ഞത എങ്ങനെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് നന്ദിയുള്ളൊരു വ്യക്തി, ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി സ്നേഹം എല്ലാം ഉള്ളൊരു വ്യക്തി എല്ലാ സാഹചര്യത്തിലും നന്ദി പറയും. ജീവിതത്തിൽ വിഷമങ്ങളോ മോശം ചുറ്റുപാടുകളോ എന്ത് സാഹചര്യം വന്നാലും അതിലൊക്കെ എന്ത് പ്രതിസന്ധി വന്നാലും വിഷമങ്ങൾ വന്നാലും നന്ദി പറയും. അപ്പോൾ ഇന്നലെ നല്ലതുണ്ടായിരുന്നു, അതിന് നന്ദി പറയണം. ഇന്നില്ലാതാവുമ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടായ കാര്യത്തിന് മറക്കാതിരിക്കുക, നന്ദി പറയുക. അപ്പോൾ മുന്നേ തന്നെ നന്ദി പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനവും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ നന്ദി പറയാൻ പഠിക്കുക. അപ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ നന്ദിയുടേതായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ പരാതികളും കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളിൽ നമുക്ക് പലപ്പോഴും സന്തോഷങ്ങളും നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ നന്ദി പറയുക. ആ നന്ദി പറയാൻ മറക്കാതിരിക്കുക. നമ്മൾ നല്ലൊരു ജീവിതം ലഭിച്ചിരുന്ന സമയത്ത് നമ്മൾ മറക്കാതെ പറയേണ്ടതാണ് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക, കൃതജ്ഞത പറയുക ലഭിച്ചതിന്. എന്നാലാണ് നമുക്ക് വീണ്ടും നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നതിനും ഇപ്പം ഇല്ലാത്തതിനും നമ്മൾ നന്ദി പറയാം. അന്ന് എനിക്കത് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഇല്ലാതെയാകുമ്പോൾ ആ ഉണ്ടായിരുന്ന കാലത്തിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ നന്ദി പറയാം. എനിക്കന്നത് ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായോ എന്തെങ്കിലും നെഗറ്റീവുകളൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളെ കൃതജ്ഞതയാണ്. കൃതജ്ഞത പലപ്പോഴും നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. കൃതജ്ഞത നമ്മൾ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നിഷേധാത്മക ചിന്തകളോ പ്രതിസന്ധികളോ അധികമായിട്ട് കടന്നു വരില്ല. നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ടൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്, അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യൽ അട്രാക്ഷൻ, അതാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ആരോഗ്യം മോശമാകുന്ന സമയത്തല്ല നമ്മൾ നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോഴല്ല നന്ദി പറയേണ്ടത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴും നല്ല ആരോഗ്യമുള്ളപ്പോഴും നന്ദി പറയാൻ പഠിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് അത് തുടർന്നു കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നന്ദി പറയാം. നമ്മൾ അസുഖം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നല്ല സമയങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമുക്ക് പലപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്ന നമ്മൾ പലപ്പോഴും കൃതജ്ഞത വിട്ടുപോയത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളെ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലിന് നന്ദി പറയുക. നിങ്ങൾക്ക് നല്ല കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ, നല്ല സ്നേഹത്തോടു കൂടിയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. നമ്മൾ ഇപ്പോൾ ഒരു ജോലിയുടെ മഹത്വം നമ്മളെപ്പോഴാണ് മനസ്സിലാക്കുക? ജോലി നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു, ജോലിക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പരാതികളാണ്, എല്ലാ കാര്യത്തിനും പരാതികളാണ്. അപ്പോൾ ആ പരാതികൾ മാറ്റിയിട്ട് നമ്മൾ കൃതജ്ഞത പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിലേക്ക് ഓരോ വിഷമങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മാത്രമല്ല നമ്മൾ നന്ദി പറയേണ്ടത്, എല്ലാ സാഹചര്യത്തിലും നമ്മൾ നന്ദി പറയാൻ പഠിക്കും. നമ്മൾ കൃതജ്ഞതയില്ലാതെ എല്ലാ കാര്യങ്ങളും നിസ്സാരമായി കാണുമ്പോഴാണ് നമ്മൾ നന്ദി പറയാതെ പോകുന്നത്, അല്ലേ? നിസ്സാരമായിട്ട് കാണണം. അപ്പോൾ ആകർഷണ നിയമം അനുസരിച്ച് നമ്മൾ പരാതികൾ പറയുമ്പോൾ നമ്മളിലേക്ക് അത് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെപ്പം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരാതിപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഏത് സന്തോഷകം, നിങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, നല്ല ബന്ധങ്ങൾ, നല്ല മക്കൾ, നല്ല കുടുംബം ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ജീവിതത്തിൽ സന്തോഷപൂർവ്വം ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? നന്ദി പറയണം. എന്നാലാണ് അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നിലനിന്ന് പോവുള്ളൂ.
അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൃതജ്ഞത മറന്നുപോയി, നമ്മൾ ഒന്നിനോടൊരു നന്ദിയില്ല, ഒന്നിനോടും താല്പര്യമില്ലെങ്കിൽ വീണ്ടും നമ്മളിൽ നിന്ന് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അപജയങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നിഷേധാത്മക ചിന്തകളോ മറ്റുള്ളവരുടെ നമുക്ക് കുറ്റം പറയാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു നെഗറ്റീവ് ചിന്തകളിൽ നമുക്ക് വരില്ല. നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മാനസികമായിട്ടും മാറിയിട്ടുണ്ടാവും, ശാരീരികമായും മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നന്ദി പറയാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ വീഡിയോയിലും ഇതിനെക്കുറിച്ച് 28 ദിവസത്തെ പ്രാക്ടീസിലും നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ നന്ദി പറയാം. അപ്പോൾ നമുക്കൊരു പക്ഷെ തോന്നാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമുക്ക് വിഷമങ്ങളും കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ എങ്ങനെ നന്ദി പറയുന്നു. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കണം. നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. പറയാതിരുന്നാൽ വീണ്ടും ഈ പരാതികൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര മോശം സാഹചര്യത്തിനും മാറ്റിമറിക്കാൻ നമ്മുടെ കൃതജ്ഞതയ്ക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ എത്ര മോശം സാഹചര്യം വരുമ്പോഴും അതിനെ മാറ്റിമറിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? കൃതജ്ഞതയ്ക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മോശം സാഹചര്യത്തിലും നന്ദി പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ട് വന്നു, ഇങ്ങനെയൊക്കെ എന്തൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് പരിഹരിക്കാനുള്ളത്, അതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു 10 അനുഗ്രഹങ്ങൾ എഴുതാം, 10 കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് എഴുതാം. ജോലി നഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? ഒരു ഉദാഹരണം പറയുകയാണ്, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇതിലൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തെഴുതാം? എനിക്ക് കുറച്ച് ദിവസം എൻ്റെ ഫാമിലിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി എന്നെഴുതാം. അങ്ങനെ 10 എണ്ണം എഴുതാം. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവരാൻ പറ്റി, സുഹൃത്തുക്കളായിട്ട് കുറച്ച് നാൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി, അവരോടൊപ്പം ചിലവഴിക്കാൻ പറ്റി, അതേപോലെ തന്നെ എൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റി, പിന്നെ നമ്മൾക്ക് മക്കളും കുട്ടികളും ഭാര്യയും അവരൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാനും ടൂർ പോകാനും അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ എല്ലാ ബന്ധുവീടുകളിൽ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് എഴുതാൻ പറ്റും അതൊക്കെ എഴുതാം. പിന്നെ എനിക്ക് ഇനിയും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്, എനിക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ജോലി ചെയ്തപ്പോൾ എന്തുണ്ടായി? നമുക്ക് കുറേ അനുഭവജ്ഞാനങ്ങളുണ്ടായി, കുറേ അറിവുകൾ ലഭിച്ചിരുന്നു. അത് വെച്ചുകൊണ്ട് ഇനിയും എനിക്ക് നല്ല ജോലിക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ എനിക്കിനിയും കുറേ ജോലികൾക്ക് അയക്കാനും അത് നേടിയെടുക്കാനുള്ള എല്ലാ അറിവും കഴിവൊക്കെ എന്നിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തുമാത്രം പോസിറ്റീവ് പറ്റുമോ? ജോലി ചെയ്തപ്പോൾ കുറേ അനുഭവജ്ഞാനത്തിലൂടെ എനിക്ക് കുറേ ഈ ജോലി ഇല്ലാതെ ആയപ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ജോലിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ഉൾക്കാഴ്ച കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുമോ? 10 എണ്ണം മാത്രമല്ല, അതിൽ കൂടുതലാണ്. 10 എണ്ണത്തിൽ കുറയാതെ എഴുതണം എന്നാണ് ഇതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അങ്ങനെ ഒരു 10 കാര്യങ്ങൾ അതിന് പോസിറ്റീവായിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ അതിന് ഒരുപാട് എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് പരിപൂർണ്ണ പരിഹാരം ലഭിച്ചതിന്, അതും കൂടി എഴുതിയിട്ട് അവസാനിപ്പിക്കണം. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഞാനതിൽ നന്ദിയുള്ളവനാണ് എന്തിന്? പരിപൂർണ്ണ പരിഹാരം ലഭിച്ചതിന്. അങ്ങനെ നമ്മൾ എഴുതാം. ഇനി ബന്ധങ്ങളിലാണെങ്കിലും ആ ബന്ധത്തിനെ കുറിച്ച് എഴുതാം, ജോലി ഇല്ലെങ്കിൽ അതിനെഴുതാം. അങ്ങനെ ഏത് കാര്യങ്ങളിലും, ആരോഗ്യമാണെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അത് ചെയ്തിരുന്നു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ പോസിറ്റീവായിട്ട് എഴുതിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ വിഷമങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾ ആ ജോലി നഷ്ടപ്പെട്ടതിനെ പറഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യും, അത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനാണ് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് പൂർണ്ണ പരിഹാരത്തിന് നന്ദിന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് നല്ലൊരു ഇതാക്കിയെടുക്കാൻ നമ്മുടെ കൃതജ്ഞതയ്ക്കുള്ളൊരു കഴിവുണ്ട്, അതിന് ഒരുപാട് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതാൻ പറയുന്നത്. അപ്പോൾ കൃതജ്ഞതയുടെ ഫലമായി കൃതജ്ഞത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഏത് നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടും ഏത് പ്രതികൂല ചുറ്റുപാടിനെയും മാറ്റിമറിച്ചെടുക്കാൻ ഇതുണ്ട്? കൃതജ്ഞതയ്ക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പ്രതികൂല സാഹചര്യങ്ങളായിക്കോട്ടെ നമ്മളതിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട, അപ്പോൾ നമുക്കൊരു പ്രതികൂല എന്തെങ്കിലും ഒരു സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരു പരിഹാരം വേണ്ടതുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നേരം രാവിലെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്തൊക്കെ നെഗറ്റീവുകളാണ് ഞാൻ സംസാരിച്ചത്, നെഗറ്റീവ് വാക്കുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ശ്രദ്ധിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ, നമ്മൾ പല പ്രാവശ്യം രാവിലെ മുതൽ വൈകുന്നേരം പറയുന്ന സംഭാഷണങ്ങളിൽ ഒരുപാട് നെഗറ്റീവുകളുണ്ടാവും, നമ്മൾ അറിയുന്നില്ല അത്.
നമ്മളോട് ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മളതിന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് പറഞ്ഞത്, അത് പറയുമ്പോൾ ഉടനടി നമ്മൾ മാറ്റിയിട്ട് അവിടെ പോസിറ്റീവായിട്ട് എടുക്കുക. അതിനൊരു മാന്ത്രിക ജീവരേഖ എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കുക. മാന്ത്രിക ജീവരേഖ. എന്താണ് മാന്ത്രിക ജീവരേഖ എന്ന് പറയുന്നത്? നമ്മളതിനെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു, വാക്ക് പറയുന്നു, വിഷമം അല്ലെങ്കിൽ സങ്കടമാണെന്ന് വാക്ക് പറയുമ്പോൾ അതിനെ തിരിച്ചിട്ട് ഞാനതിന് നന്ദിയുള്ളവളാണ്, ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് മാറ്റി നമ്മൾ പറഞ്ഞിട്ട് അതിന് നന്ദി പറയാം. നമ്മൾ അതിനെ മാറ്റി പറഞ്ഞ അപ്പം തന്നെ നന്ദി പറയാം. ഇനിയിപ്പോൾ എനിക്ക് ഇന്ന് ഒരുപാട് വിഷമാണ്, എനിക്കിന്ന് ആരോഗ്യത്തിന് എനിക്കിന്ന് തീരെ വയ്യ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉന്മേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് നന്ദി എന്ന് ആ വാചകം അങ്ങനെ പൂർത്തീകരിച്ച് പറയാം. ഇതാണ് മാന്ത്രിക ജീവരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊരു പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു 10 കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് പൂർണ്ണ പരിഹാരത്തിന് നന്ദി എന്ന് പറയാം. രണ്ടാമത് നമ്മൾക്ക് ഇതിന് എന്താ പറയുക, ഒരു ദിവസം എത്രമാത്രം നെഗറ്റീവ് പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് മാന്ത്രിക ജീവരേഖ ഉപയോഗിക്കുക. അതായത് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഗറ്റീവ് വേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പോസിറ്റീവായിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണത്. പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇത് തോന്നാം, പക്ഷേ ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ചെയ്യട്ടെ. എല്ലാവരും നന്നാവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നമ്മളെപ്പോഴും ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്കും ആ നന്മകൾ വരും. ദൈവികമായ ശക്തി നമുക്കും യൂണിവേഴ്സ് എല്ലാം തരും. അപ്പോൾ എല്ലാവരും ആ ഒരു മനസ്സ് ആക്കിയെടുക്കുക. അതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയുക, എന്നാലും എനിക്കറിയുള്ളൂ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.